ഹീറ്റ് വേവ് സമയത്ത് മുട്ടയുടെ വലുപ്പം കുറയുന്നതായിട്ടും പാലിൻ്റെ അളവ് കുറയുന്നതായിട്ടൊക്കെ സ്റ്റഡീസ് ഉണ്ട്. ഹീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ ഡിസ്കസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. 37-38 ഡിഗ്രി സെൽഷ്യസും ഒരു 50% ഹ്യൂമിഡിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഒരു 50 ഡിഗ്രിക്ക് അടുത്ത് വരും. ഏറ്റവും കൂടുതൽ ചൂട് കൂടിയിരിക്കുന്ന സമയങ്ങളിലായിരിക്കും നമ്മുടെ എഫിഷ്യൻസി ഏറ്റവും കുറവ്. കറുത്ത കളറിലുള്ള റോഡ് മാറിയിട്ട് ഈ സിമെൻറ്റ് ബ്ലോക്കുകൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മഴ പെയ്യുമ്പം പെർക്കുലേഷൻ കൂടുതലായിരിക്കും. ഈ സിമെൻറ്റ് ബ്ലോക്കിന് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഒരു കളർ ഗ്രേ കളർ ആയാലും അതിന് നേറ്റീവ് കളറായിട്ട് തന്നെ അത് റിട്ടൈൻ ചെയ്യും. ഇന്ത്യയുടെ ഭൂപടം പരിശോധിച്ചാൽ അറബിക്കടലിൻ്റെയും പശ്ചിമഘട്ട മലനിരകളുടെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു പ്രദേശം, അതാണ് നമ്മുടെ കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പറ്റി പറയുമ്പോൾ പൊതുവായി ഹൈ ഹ്യൂമിഡിറ്റിയുള്ള, പൊതുവെ ആർദ്രതയുള്ള ഒരു സ്ഥലം അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ 10 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതങ്ങനെയാണോ? അല്ല. കാരണം മഴയുടെ രൂപത്തിൽ കേരളത്തിൻ്റെ പ്രകൃതിയെ വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ട് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരിടുന്നത് ഹീറ്റ് വേവ് ആണ്, അതായത് താപതരംഗം. എന്താണ് കേരളം നേരിടുന്ന ഈ പുതിയ താപതരംഗം എന്ന ഭീഷണി? നമുക്കിതിനെപ്പറ്റി വിശദമായ ചർച്ച നടത്തേണ്ടതുണ്ട്. അതിനായി നമ്മുടെ കൂടെ എന്നുള്ളത് കുസാറ്റ് റഡാർ ഗവേഷണ കേന്ദ്ര വിഭാഗം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഹീറ്റ് വേവ് അഥവാ താപതരംഗം? താപതരംഗം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് താപനില ഒരു 40 ഡിഗ്രിക്ക് മുകളിലാകുകയും ശരാശരിയിൽ നിന്നും താപനില ഒരു 4-5 ഡിഗ്രി കൂടുകയും ചെയ്താൽ, അതായത് 40 ഡിഗ്രി അബ്സല്യൂട്ട് താപനില ഉയരണം, അതോടൊപ്പം തന്നെ നോർമലായിട്ടുള്ള അതേ സമയത്ത് കിട്ടുന്ന ആ ഒരു ശരാശരി താപനിലയിൽ നിന്നും 4 ഡിഗ്രി 5 ഡിഗ്രിയോളം കൂടുകയും ചെയ്താൽ 2 ദിവസം ആ ഒരു കണ്ടീഷൻ നിലനിന്നാൽ അതിനെയാണ് നമ്മൾ പൊതുവെ സമതല പ്രദേശങ്ങളിൽ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ ഈ സ്ഥലത്തിനനുസരിച്ച് കുറേ വ്യത്യാസമുണ്ട്. ഇപ്പം ഹിൽ സ്റ്റേഷനിൽ എടുത്തു കഴിഞ്ഞാൽ 40 ഡിഗ്രി ആകണമെന്നില്ല, 30 ഡിഗ്രി ആവുകയും അതോടൊപ്പം തന്നെ ശരാശരിയിൽ നിന്നുള്ള വ്യതിയാനം ഡീവിയേഷൻ ഒരു 4 മുതൽ 5 ഡിഗ്രിയും കൂടി 2 ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്താൽ ഹിൽ സ്റ്റേഷനിലും നമുക്ക് ഹീറ്റ് വേവ്സ് ഡിക്ലെയർ ചെയ്യാം. എന്നാൽ കോസ്റ്റൽ റീജിയനിൽ വരുമ്പോഴത്തേന് കുറച്ചുകൂടെ റിലാക്സേഷൻ ഉണ്ട്. ഒരു 37 ഡിഗ്രി താപനിലയിൽ ഉയർന്നു നിൽക്കുകയും അതോടൊപ്പം തന്നെ അതേ സമയത്ത് ഇപ്പോൾ ഓരോ ദിവസം ഉള്ള നമുക്കൊരു ശരാശരി താപനില പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ആ ശരാശരി താപനിലയെക്കാളിലും ഒരു 4 മുതൽ 5 ഡിഗ്രി വരെ കൂടുകയും 2 ദിവസത്തോളം നിൽക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ നമുക്ക് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എന്താണ് സാർ ഈ ഹീറ്റ് വേവ് എന്നുള്ള പെട്ടെന്നുള്ള കാരണങ്ങൾ? എന്താണ് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന കാരണങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ചിട്ട്? പാൻ ഇന്ത്യ, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് വേവ് ഒരു അസാധാരണ സംഭവമല്ല. നമ്മുടെ സമ്മർ ടൈമിൽ പ്രത്യേകിച്ചും മാർച്ച് മാസത്തിന് ശേഷം മെയിൻ ഹീറ്റ് വേവ് സീസൺ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മാർച്ച് തുടങ്ങി മെയ് ജൂൺ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രധാനപ്പെട്ട ഒരു കോർ സോൺ എന്ന് പറയുന്നത് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി മധ്യ ഇന്ത്യയിൽ കൂടെ തെലങ്കാന വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോർ ഹീറ്റ് വേവ് സോണുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നത് ട്രഡീഷണലി. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടുള്ള കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2015-16 കാലഘട്ടത്തിന് ശേഷം കേരളത്തിലും നമ്മൾ താപതരംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ താപതരംഗങ്ങൾ എന്നുള്ള ഒരു വാക്ക് തന്നെ കേട്ടിട്ടില്ല. പക്ഷേ 2015-16 ശേഷമാണ് കേരളത്തിലും നമ്മളത് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ അതിപ്പം നമ്മളെല്ലാ വർഷവും സമ്മറാകുന്നതിന് മുമ്പേ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വിസിബിളാണ്. അത് പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമല്ല, ഈ പടിഞ്ഞാറൻ തീരത്ത്, അതായത് നമ്മുടെ മെയിൻ ഹീറ്റ് വേവ് കോർ സോണിനോടൊപ്പം തന്നെ നമ്മുടെ പശ്ചിമ തീരത്തോട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോസ്റ്റൽ ബെൽറ്റിൽ ഹീറ്റ് വേവിൻ്റെ എഫക്റ്റ് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അത് മറ്റ് പ്രദേശങ്ങളിൽ ഹീറ്റ് വേവ് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഗൗരവകരമാണ്. കാരണം നമ്മുടെ ഹീറ്റ് വേവ് എന്ന് പറയുന്നത് ചിലപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിൽ പോകണമെന്നില്ല. പക്ഷേ ഈ 37 ഡിഗ്രി സെൽഷ്യസിനോടൊപ്പം തന്നെ നമ്മുടെ ഹ്യൂമിഡിറ്റിയും കൂടെ ഇതിൽ ഫാക്ടർ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് മാറുന്നത്. ഒരുപക്ഷേ സെൻട്രൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഡൽഹിയിലുമൊക്കെ താപനില, അല്ലെങ്കിൽ രാജസ്ഥാനിലുമൊക്കെ താപനില 45 ഡിഗ്രിയൊക്കെ ആകാറുണ്ട്. പക്ഷേ ഹ്യൂമൻ ഡിസ്കംഫർട്ട് ഒരു പക്ഷേ 37 ഡിഗ്രിയിൽ കൊച്ചിയിലുണ്ടാകുന്നതിൻ്റെ അത്രയും വരികയില്ല.
പക്ഷേ 40 ഡിഗ്രി സെൽഷ്യസ് രാജസ്ഥാനിലുണ്ടാകുന്ന ഹീറ്റ് വേവിനേക്കാളിലും കൂടുതൽ ഡിസ്കംഫർട്ടായിരിക്കും കൊച്ചിയിൽ 37 ഡിഗ്രിയിലുണ്ടാകുന്ന ഹീറ്റ് വേവ്. അത് ഹ്യൂമിഡിറ്റിയുടെയും കൂടെ ഒരു കോമ്പിനേഷൻ ആകുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഇൻടോളറബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചും ഓരോ നഗരത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അങ്ങനെയാണ്. അതെ, നഗരത്തിൻ്റെയും കൂടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നഗരത്തിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് കൂടെ നമ്മളതിൽ ഫാക്ടർ ചെയ്യണം. അപ്പം പൊതുവേ ഞാൻ കോസ്റ്റൽ സോൺ, ഇപ്പോൾ നഗരമല്ലാത്ത കോസ്റ്റൽ ബെൽറ്റിലായാലും ഹ്യൂമിഡിറ്റി കൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ഡിസ്കംഫർട്ട്, അത് അതിൻ്റെ ഒരു കണക്കുണ്ട്, ഹീറ്റ് സ്ട്രെസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറയും. ഇപ്പം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഒരു 37 ഡിഗ്രി സെൽഷ്യസും 37-38 ഡിഗ്രി സെൽഷ്യസും ഒരു 50% ഹ്യൂമിഡിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഒരു 50 ഡിഗ്രിക്ക് അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു സിവിയറിറ്റി 50 ഡിഗ്രി സെൽഷ്യസിനടുത്ത് ഉള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ. അപ്പോൾ ആ ഫീൽ ലൈക്ക് ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നത് ഹ്യൂമിഡിറ്റിയുടെ കാരണം കൊണ്ടാണ്. ഗ്ലോബൽ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവാപ്പറേഷൻ നടക്കുന്ന തോത് കുറയും. അപ്പോൾ ഇവാപ്പറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ട് നമ്മുടെ ബോഡിക്കൊക്കെയുള്ള, ബോഡിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആംബിയൻ്റായിട്ടുള്ള നമ്മുടെ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മളൊരു നിശ്ചിത പരിധി 37-38 ഡിഗ്രിയിൽ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ബോഡിയിലുള്ള കുറേ മെറ്റാബോളിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സാണ്. അത് കാരണം നമ്മുടെ ബോഡി താപനില അല്ലെങ്കിൽ ബോഡിയിലുള്ള വെള്ളത്തെ ബാഷ്പീകരിച്ചുകൊണ്ടാണത് ചെയ്യുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലെ നീരാവിയുടെ കണ്ടൻറ്റ് കൂടുമ്പം ബോഡിയിൽ നിന്നുള്ള ബാഷ്പീകരണ തോത് കുറയും. അപ്പോൾ നമ്മുടെ ബോഡി കൂൾ ചെയ്യുന്നത്, അതായത് ഇവാപ്പറേറ്റീവ് കൂളിംഗ് കുറയും. അപ്പം നമുക്ക് ബോഡിയിൽ ടെമ്പറേച്ചർ അതേപോലെ തന്നെ നിലനിൽക്കാം. ആ ബോഡിക്ക് തന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു റെഗുലേറ്ററി മെക്കാനിസം ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടും ഈ ഹ്യൂമിഡിറ്റിയും കൂടെ ആകുമ്പോൾ. അപ്പോൾ അതാണ് പൊതുവേ കോസ്റ്റൽ ബെൽറ്റിലുള്ള പ്രദേശങ്ങളിൽ ഹീറ്റ് വേവ്സ് കൂടുമ്പോഴുണ്ടാകുന്ന കൂടുതൽ പ്രത്യാഘാതങ്ങൾ. അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നഗരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഈ നഗര താപത്തുരുത്ത് എന്ന് പറയും, അർബൻ ഹീറ്റ് ഐലൻഡ്സ്, അതായത് നഗരപ്രദേശങ്ങളിലെ നിർമ്മിതികളുടെ കൂടുതൽ താപത്തെ ആഗിരണം ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യും കമ്പയർഡ് ടു ദി അർബൻ ഈ റൂറൽ ഏരിയ. അപ്പം റൂറൽ ഏരിയയെക്കാട്ടിലും എപ്പോഴും നഗരങ്ങളുടെ താപനില ഒരു 2 ഡിഗ്രി 3 ഡിഗ്രിയോളം കൂടുതലായിരിക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഈ എയർ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. എയർ ടെമ്പറേച്ചർ 37 ഡിഗ്രി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഒരു ധാരണ. പക്ഷേ ലാൻഡ് സർഫസ് ടെമ്പറേച്ചർ അതിനേക്കാളും കൂടുതലായിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ഡിഫറെൻറ്റ് ലാൻഡ്. ഇപ്പം ഒരു കോൺക്രീറ്റ് ടാറിൻ്റെ മുകളിൽ വായുവിൻ്റെ താപനില 38 ഡിഗ്രി ആണെങ്കിലും ടാറിൻ്റെ മുകളിലെ താപനില 50 ഡിഗ്രി അടുത്ത് വരും. അതുപോലെ എന്നാൽ മരങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേന് ചിലപ്പം അതിനേക്കാളും കുറവായിരിക്കും. വായുവിലെ താപനില 38 ആകുമ്പോൾ മരങ്ങളുടെ ചുവട്ടിലെ താപനില 30 ഡിഗ്രി 32 ഡിഗ്രി ആയിരിക്കും. അപ്പം നമ്മൾ ആ താപനിലയാണ്, നമ്മൾ ഈ സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന താപനിലയാണ് നമ്മൾ ഒരു കൂടുതലും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതല്ലേ നമ്മൾ ഒരു വലിയ ടാറിട്ട റോഡിൽ നിന്നും മരങ്ങൾ കൂടിയുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൈക്രോ ക്ലൈമറ്റിലുണ്ടാകുന്ന വ്യതിയാനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പല പല ഘടകങ്ങളാണ് ഇതിൻ്റെ സിവിയറിറ്റിയും നിയന്ത്രിക്കുന്നത്. അതോടൊപ്പം തന്നെ വെന്റിലേഷൻ, നമ്മുടെ കാറ്റിൻ്റെ സഞ്ചാരം സുഗമമല്ലാത്ത രീതിയിലുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കത് ഡിസ്കംഫർട്ട് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു എത്രത്തോളം സിവിയറാണ് ഈ ഹീറ്റ് വേവ്സ് എന്നുള്ളത് നമുക്ക്. ഇപ്പം ഈ കണ്ടീഷൻസ്, അതായത് ഒരു ഹീറ്റ് വേവ് കണ്ടീഷൻസിനെ സിവിയറാക്കുന്ന, അല്ലെങ്കിൽ താപനില മാത്രമല്ല അതിനെ സിവിയറാക്കുന്നത്, അതിൻ്റെ സിവിയറാക്കുന്ന മറ്റ് ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഹ്യൂമിഡിറ്റി. 2 ഈ അർബനൈസേഷൻ, അതായത് ഏത് ടൈപ്പിലുള്ള ലാൻഡാണ് എന്നുള്ളത് അനുസരിച്ച്. ഇപ്പം മാംഗ്രൂവ്സ് കൂടുതലുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പൊതുവേ എയർ ടെമ്പറേച്ചറിനേക്കാളും 3-4 ഡിഗ്രി സെൽഷ്യസ് കുറവായിരിക്കും അതിൻ്റെ അടുത്ത്. കാരണം ഇവാപ്പറേഷനോടൊപ്പം തന്നെ ഇവാപ്പോ ട്രാൻസ്പിരേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂളിംഗ്, ഇവാപ്പോ ട്രാൻസ്പിരേഷൻ കൂളിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആഡഡ് ഇതാണ്. അപ്പം ലാൻഡ് സർഫസിനനുസരിച്ച് ഇതിൻ്റെ സിവിയറിറ്റി മാറുന്നു. കോൺക്രീറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ടാർ ഇട്ട സർഫസിലേക്ക് വരുമ്പോഴത്തേനും അതിൻ്റെ സിവിയറിറ്റി മാറുന്നു. അതോടൊപ്പം തന്നെയാണ് വെന്റിലേഷൻ. നമ്മൾ അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ കാറ്റൊറ്റ ഇല്ലാത്ത സ്ഥലത്താണ് പോവുമെങ്കിൽ
അതിൻ്റെ ആയിട്ടുള്ള ഒരു എക്സസ് ആയിട്ടുള്ള ഫീലിംഗ്. ഈ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഈ ചൂടായ വായുവിനെ മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാറ്റില്ലാത്ത ഒരവസ്ഥ വരുന്നതാണ് വെന്റിലേഷൻ. അപ്പോൾ നമ്മുടെ പല തരത്തിലുള്ള അർബൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ നാച്ചുറലായിട്ടുള്ള വെന്റിലേഷനെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒരു 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 സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് അല്ല. നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് സീ ബ്രീസ് സർക്കുലേഷൻ്റെ ഒരു നല്ല എന്താ പറയുക, നമ്മൾ യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ നല്ല ജോഗ്രാഫിക്കലി ഒരു നല്ല സ്ഥലം തന്നെയാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ ആ ഒരു പ്രകൃതിദത്തമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു അനുയോജ്യ ഘടകങ്ങൾ നമ്മുടെ പലതരത്തിലുള്ള ഈ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തി കളയുകയാണ്. നമുക്കതിൽ വലിയതായിട്ട് എഫർട്ടൊന്നുമില്ല. ഇപ്പം ഒരു മാംഗ്രൂവ്സ് അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് ഇതിനെ കൺസർവ് ചെയ്തുകൊണ്ട് നമുക്ക് നിർമ്മാണങ്ങൾ നടത്താം. അതോടൊപ്പം തന്നെ നാച്ചുറലായിട്ടുള്ള ഇപ്പം സീ ബ്രീസ് സർക്കുലേഷൻ, അത് കൊച്ചി അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ്. രാവിലെയും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാറ്റ്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടെ? ബിൽഡിങ് പണിയുമ്പം പലരും ഈ സീ ഫ്രണ്ടിൽ ബിൽഡിങ് പണിയെന്ന് പറഞ്ഞാൽ അതിന് പാരലായിട്ട് തന്നെ ആയിരിക്കും ചിലപ്പം വലിയ 4-5 നിലയുള്ള കെട്ടിടങ്ങൾ പണിയുന്നത്. അപ്പോൾ അത് ഈ സീ ബ്രീസ് സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യും. അതേസമയം ഈസ്റ്റ് വെസ്റ്റ് ആയിട്ടാണ് ബിൽഡിങ് കെട്ടുന്നതെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഒരു കുറേയൊക്കെ വെന്റിലേഷൻ എഫക്റ്റും കാറ്റിൻ്റെ കുറേയൊക്കെ നമുക്ക് കാറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇത് എല്ലാം കൂടെ വരുമ്പോഴാണ് ഈ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹീറ്റിനെ അബ്സോർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നതുമായിട്ടുള്ള സർഫസുകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള തരത്തിലുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ മാംഗ്രൂവ്സ്, വെറ്റ്ലാൻഡ്സ്, ഇതിനെയൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഇല്ലാതാക്കിക്കൊണ്ടുള്ള, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂട്ടുന്ന സംഗതികളാണ്. 2024 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ചൂടുള്ള, ലോകം കണ്ട ഏറ്റവും ചൂടുള്ള വർഷമായി മാറി. 2025 ആണെങ്കിൽ 8ാമത്തെ ഏറ്റവും ചൂടുള്ള വർഷമായി കണക്കാക്കി. ഇപ്പോൾ 2026 ഒരു വേനൽക്കാലം നമുക്ക് മുന്നേ വരികയാണ്. എന്താണ് 2026 സാറിൻ്റെ എന്താണ് തോന്നുന്നത്? 2026 എങ്ങനെയായിരിക്കും ഒരു വേനൽക്കാലം? 2026 പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 24 എന്തുകൊണ്ട് ഏറ്റവും ചൂട് കൂടിയ വർഷമായി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ 2024 ഏറ്റവും കൂടുതൽ ചൂട് നമുക്കറിയാമല്ലോ. ആഗോളതാപനം എന്ന് പറയുന്നത് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ക്ലൈമറ്റിലുണ്ടാകുന്ന കുറേ വേരിയബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ പറയുന്ന എല്ലിനോ ഒക്കെ ലാനിന എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വരുന്നത്. അപ്പോൾ പൊതുവേ എല്ലിനോ വരുന്ന വർഷങ്ങളിൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. 2024 ഒരു വലിയ എല്ലിനോ വർഷമായിരുന്നു. അപ്പം പൊതുവേ നമ്മുടെയുള്ള ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന താപനിലയിലുണ്ടാകുന്ന വർധനവ്, അതോടൊപ്പം തന്നെ എല്ലിനോയും കൂടെ ആ 2024 വന്നപ്പം അതിൻ്റെയും കൂടെ ഒരു എഫക്റ്റ്, അങ്ങനെയാണ് ഗ്ലോബൽ അനോമലി, ടെമ്പറേച്ചർ അനോമലി 2 ഡിഗ്രിക്ക് മുകളിൽ 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന ഒരു വർഷമാണ് 2024. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് 1.5 ഡിഗ്രി നിലനിർത്തുക എന്നുള്ള പാരീസ് എഗ്രിമെൻ്റൊക്കെ, അതും കവിഞ്ഞ് അതിനേക്കാളും മുമ്പേ തന്നെ 2024 കണ്ടിന്യൂസ് ആയിട്ട് ഈ 1.5 ഡിഗ്രി വാർമിംഗ് ക്രോസ് ചെയ്ത 3-4 മന്ത്സ് ഉണ്ടായിരുന്നു. അപ്പം അതാണ് എല്ലിനോയും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ സിവിയറിറ്റി കുറച്ച് കൂടി നിൽക്കുന്നത്. ആ ഒരു ഇൻട്രാനുവൽ വേരിയബിലിറ്റി എന്ന് പറയും. അത് കുറഞ്ഞിട്ട് 25-24 കുറഞ്ഞു. അപ്പോൾ എന്നാലും ആ ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു ഇൻക്രീസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിപ്പോഴും ഉണ്ട്. 2026 വരുമ്പോഴത്തേനും നമ്മളിപ്പം ഒരു ന്യൂട്രലാണ്. ഈ എല്ലിനോയും അല്ല ലാനിനയും അല്ലാത്ത സിറ്റുവേഷൻ. ലാനിന എൻഡ് ചെയ്തു, അതിൽ കൂളിംഗ് എഫക്റ്റ് ആയിരുന്നു, അത് എൻഡ് ചെയ്ത് ന്യൂട്രലിലേക്ക് മാറി. ഒരുപക്ഷെ നമ്മുടെ സമ്മർ സീസണിൽ ഈ മാർച്ച് ഏപ്രിലും ഒക്കെ ഇത് ന്യൂട്രൽ അവസ്ഥയിൽ പോകാനാണ് സാധ്യത. അതേസമയത്ത് മെയ് ജൂണൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും അതൊരു എല്ലിനോ ഫേസിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലിനോയുടെ സാന്നിധ്യമില്ലാതെ തന്നെ നമുക്ക് ഇത്രത്തോളം കൂടിയ ഒരു താപനില ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അതിൽ കുറേ ആന്ത്രോപ്പജനിക്കായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കുറേ ഘടകങ്ങളാണ് അതിനെ ഡോമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. 2026 സംബന്ധിച്ച് താപനിലയിൽ എന്തായാലും കുറവ് വരാൻ സാധ്യതയില്ല. 24 ക്രോസ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലിനോയുടെ ടൈമിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 സ്പ്രിങ്ങിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വിൻ്റർ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലിനോ ഉണ്ടായി. അപ്പോൾ നമ്മുടെ സ്പ്രിങ് ആകുമ്പോഴേ എല്ലിനോ എഫക്റ്റ് ഉണ്ട്. സമയം ഇപ്പം എല്ലിനോയുടെ ഒരു സാധ്യത പറയുന്നത് മെയ് ജൂൺ ആകുമ്പോഴേക്കും, അപ്പോഴേക്കും നമ്മുടെ പീക്ക് സമ്മർ മന്ത് കഴിയുന്നു. ജൂണൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്പ്രിങ് കഴിഞ്ഞു, സമ്മർ കഴിഞ്ഞു, പിന്നെ മൺസൂൺ എത്താറായി. ആ സമയത്ത് ഒരു എല്ലിനോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചൂടിനേക്കാളിലും ഉപരി
നമ്മുടെ മൺസൂൺ മഴയാണ് ബാധിക്കുന്നത്. അപ്പം ചൂടെന്തായാലും ഇങ്ങനെ നിലനിന്ന് പോകും. അതായത് 2024 മുകളിലേക്ക് പോകുമെന്ന് നമുക്കിപ്പോൾ പറയാം. കാരണം എല്ലിനോടെ ആ ഒരു ഫേസ് ആ രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല 24 മുകളിലേക്ക് പോകുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും താപനില എന്തായാലും 10 വർഷത്തെ ഉയർന്ന താപനിലയ്ക്കുള്ളിൽ ഉള്ള ഒരു വർഷമായിരിക്കും 2026. ഇപ്പം 25 8ാമത്തെ വർഷമായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ 10-നുള്ളിൽ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു വർഷമായിരിക്കും 26. അത് ആ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റാണ് അതിൽ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ പൊതുവെ ചൂട് കൂടുമ്പോൾ അത് തരണം ചെയ്യാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില വഴികളുണ്ട്. ഇപ്പോൾ വീടിന് മുകളിൽ ഷീറ്റ് ഇടുന്ന ഒരു പ്രവണത, ഇത് ശരിക്കും ഫലപ്രദമാണോ ശരിക്കും? ഗ്ലോബൽ നോമായിട്ട് അല്ല എല്ലാവരും ചെയ്യുന്ന ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതൊരു കൺവെൻഷനലായിട്ട് ഒരു അൺസയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളതിൽ ഈ പറഞ്ഞ പോലെ സർഫസിൻ്റെ പ്രോപ്പർട്ടി ഇതിനെ ഡിറ്റർമിൻ ചെയ്യുക. കാരണം പലരും ഈ ഗ്രേ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ വരുന്ന ഈ പറയുന്ന പോലെ ഈ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലാക്ക് ഗ്രേ എന്നൊക്കെ പറയുന്നത് ഹീറ്റ് അബ്സോർബിങ് സർഫസുകളാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സൂര്യപ്രകാശത്തെ കൂടുതൽ അബ്സോർവ് ചെയ്ത് വീണ്ടും അതിൽ നിന്ന് റീറേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് സർഫസുകളാണ്. അതിന് പകരം ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ അൽബിഡോ കൂടിയ അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി കൂടിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഷീറ്റ് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. വൈറ്റ് റൂഫ് ഷീറ്റ് എല്ലായിടത്തും ഒന്നിൽ ഈ ഓടിൻ്റെ കളറ് അല്ലെങ്കിൽ ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഗ്രേ കളറ്. വൈറ്റ് ആയിട്ടുള്ള ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേയൊക്കെ നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ ഒരു 30%, 25-30% അത് റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി അത് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഉള്ള മാറ്റങ്ങളും വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ടാറിട്ട റോഡുകളാണ്. ഈ എവിടെ നോക്കിയാലും കറുത്ത കളറുള്ള റോഡ് മാറിയിട്ട് ഈ സിമെൻറ്റ് ബ്ലോക്കുകൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, മഴ പെയ്യുമ്പം പെർക്കുലേഷൻ കൂടുതലായിരിക്കും. ഈ സിമെൻറ്റ് ബ്ലോക്കിന് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിന് ഒരു കളർ ഗ്രേ കളറായാലും അതിന് നേറ്റീവ് കളറായിട്ട് തന്നെ അത് റിട്ടൈൻ ചെയ്യും. അപ്പം ഹീറ്റ് അബ്സോർവ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസും ഇത്തരം ഈ റൂഫിങ്ങും എല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും നമുക്ക് വലിയ എഫക്റ്റ് ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറ്റാൻ പറ്റും. ഒരു മൈക്രോ ക്ലൈമറ്റിക് സെൻസിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡ്യൂട്ടി ടൈം മാറ്റുന്ന സമയം, അത് താപതരംഗം കൂടുമ്പോൾ ആളുകളുടെ ഡ്യൂട്ടി ടൈം, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടി ടൈം മാറ്റി വയ്ക്കുക, എന്താ പറയുക, റോഡുകളിൽ വർക്ക് ചെയ്യുന്നവരുടെ, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നവരുടെ ഡ്യൂട്ടി ടൈം മാറ്റുക, അങ്ങനെയുള്ളൊരു അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും? അല്ല, അത് ഫലപ്രദം എന്ന് ഉള്ളതിനേക്കാളും അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു പീക്ക് അവേഴ്സിലുള്ള സമയക്രമീകരണം, അവരുടെ എഫിഷ്യൻസി, ഇപ്പം നമ്മളെന്താണ് ജോലിയല്ലേ ചെയ്യുന്നത്, നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും മനസ്സുകൊണ്ടുകൂടാണല്ലോ ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഹീറ്റ് സ്ട്രെസ് ഉള്ള സമയത്തുള്ള ആൾക്കാരുടെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മുടെ എഫിഷ്യൻസി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും, ഏറ്റവും കൂടുതൽ ചൂട് കൂടിയിരിക്കുന്ന സമയങ്ങളിലായിരിക്കും നമ്മുടെ എഫിഷ്യൻസി ഏറ്റവും കുറവ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരാളെ പുറം പണി ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തില്ല. ഇത് ഇൻ എഫക്റ്റ് ഈ പണിയെടുപ്പിക്കുന്ന ആൾക്കാരോട് അത് മനസ്സിലാക്കണം. ഒരു വർക്കർ പുറത്തു നിന്ന് പണിയുമ്പോൾ അവൻ്റെ എഫിഷ്യൻസി കുറയുന്നു, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഫലം ഒരുപക്ഷെ അവൻ്റെ പണിയിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യും. 2 ചാക്ക് സിമെൻറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ചിലപ്പോൾ അവൻ 3 ചാക്ക് സിമെൻറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവൻ നമ്മളെ മെയിൻ ആൾക്കാർ കോൺട്രാക്ടർ പറയുന്ന പോലെ ആയിരിക്കത്തില്ല പണിയുന്നത്. സമയത്തിലുള്ള ക്രമീകരണം എന്ന് വളരെ വളരെ അത്യാവശ്യമാണ്. അത് ഒരു ഹെൽത്ത് പെർസ്പെക്റ്റീവിൽ ഈ പീക്ക് ടൈമിൽ, അതായത് ഒരു ബിറ്റ്വീൻ 12:30 and 2:30 അതാണ് ഒരു പീക്കായിട്ടുള്ള ഒരു സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിയ ടൈം. അപ്പം ഡയറക്റ്റ് എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത്, പുറംപണി ചെയ്യുന്ന ആൾക്കാരുടെ ഡയറക്റ്റ് എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് അത്രയും സമയം നമ്മൾ നഷ്ടപ്പെടുന്നത് വേറെ രീതിയിൽ നമുക്ക് സമയം ക്രമീകരിക്കാം. രാവിലെ കുറച്ച് നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റ് അവേഴ്സ് വർക്ക് ചെയ്യാം. പല പണികളും നമുക്ക് ഇന്നിപ്പം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചെയ്യാവുന്ന. അപ്പോൾ ഈ ഒരു 2 മണിക്കൂറിൻ്റെ സമയക്രമം കൊണ്ട് ഇൻ എഫക്റ്റ് നമുക്ക് അതിലൂടുണ്ടാകുന്ന ബെനിഫിറ്റ് ചിലപ്പം ഈ 2 മണിക്കൂർ കൊടുക്കാതിരിക്കുന്നത് കൊണ്ടുള്ളതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഒരു 2 മണിക്കൂർ ഇവിടെ കുറച്ചുകൊണ്ട് അടുത്ത 1 മണിക്കൂർ വീതം രാവിലെയും വൈകുന്നേരം കൂട്ടുകയോ, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, ബൈ നൂൺ വർക്ക് എൻഡ് ചെയ്യാം.
അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂൺ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ലേറ്റ് നൈറ്റിൽ ഏർലി ഈവനിങ്ങിൽ വർക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ സമയക്രമം, പ്രത്യേകിച്ച് ഈ ഹീറ്റ് വേവ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദിവസവും അത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഇത് പീക്കായിട്ടുള്ള ഇത്തരം ഹീറ്റ് വേവ് ഡേയ്സിൽ ആ ഒരു പീരീഡിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇതുണ്ടാകുന്നത് ചിലപ്പോൾ ഒരു 1-2 മാസമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിന് മാത്രമുള്ള ഒരു സമയക്രമീകരണം. പിന്നെ പുറത്ത് പണി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം പോലീസ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ ആ സമയത്തും പണിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള ഇപ്പോൾ കൂടുതലും ഈ സൺ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ്. ഹീറ്റ് വേവിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുക, സമൂഹത്തെയും അതിൽ എന്താ പറയുന്നത് സേഫ് ആക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. അതിൻ്റെ പാർട്ടായിട്ട് അത് അത്യാവശ്യമാണ്. ഈ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരുടെ സ്ട്രെസ്സിനെയും ബാധിക്കുന്നില്ലേ? കാരണം അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു അവസ്ഥയാണ്. അത് സബ്ജക്റ്റീവാണ്. എനിക്ക് ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകുമ്പം എൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കുറേ നേച്ചറും അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ സബ്ജക്റ്റീവാണ് പലരുടെയും ഈ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പം പല ഫോറിൻ കൺട്രീസിലൊക്കെ ഈ യൂറോപ്പിലൊക്കെ പഠനങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. ഈ ഹീറ്റ് വേവ്സ് കൂടി നിൽക്കുന്ന അവസരങ്ങളിൽ ട്രാഫിക് ആക്സിഡൻറ്റ് കൂടുന്നു, ഈ ഡ്രൈവേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. നമ്മൾ മൈൻഡ് കൊണ്ടാണല്ലോ, ശാരീരിക സ്റ്റിയറിങ് പിടിക്കുന്നെങ്കിലും മൈൻഡ് അപ്ലൈ ചെയ്യാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊത്തം മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും റിഫ്ലക്റ്റ് ചെയ്യും. അത് ഓരോ ആൾക്കാരെയും പലതരത്തിലായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു മാറ്ററാണ്. അത് പ്രായം കൂടിയവരെയും കുട്ടികളെയും ഒക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് കൂടുതൽ. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസ്, മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റ് കൂടുതൽ ബാധിക്കുന്നത്. അതേസമയം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ ഇത് വളരെ കുറച്ചേ ബാധിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിലുള്ള ഹീറ്റ് ഇൻഡെക്സ്, ഫോർ എക്സാമ്പിൾ ഹീറ്റ് ഇൻഡെക്സ് 50, അതിൽ പ്രായം കൂടിയ ഒരാളുടെ സ്ട്രെസ് ആയിരിക്കില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കുള്ള സ്ട്രെസ്സ്. അപ്പോൾ അത് വേരി ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പോളിസീസൊക്കെ ഡിഫൈൻ ചെയ്യേണ്ടതും ഡിവൈസ് ചെയ്യേണ്ടതും. നമ്മൾ ആ സമയത്ത് ഇങ്ങനെയുള്ള വണ്ണറബിളായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കുക, ഈ പ്രായം അനുസരിച്ചും ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും ഹൈലി വണ്ണറബിളായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അങ്ങനത്തെ പോളിസീസൊക്കെയാണ് നമ്മൾ വരുത്തേണ്ടത്. പക്ഷേ നമ്മളത് എത്രത്തോളം നമ്മളതൊക്കെ നമ്മുടെ വീട്ടിൽ പോലും പ്രായോഗിക തലത്തിൽ നമ്മൾ കുട്ടികളുടെ പഠനത്തിലായാലും ഹീറ്റ് സ്ട്രെസ് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ എഫിഷ്യൻസി നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ എഫിഷ്യൻസിയും അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നതും എല്ലാം കുറവായിരിക്കും. ഒരുപക്ഷെ അവരുടെ അഗ്രസീവ്നെസ്, ഇത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങളുടെ ബിഹേവിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. ഒരു ഹീറ്റ് കണ്ടീഷനിൽ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമലിൻ്റെ ബിഹേവിയറും പ്രൊഡക്ടിവിറ്റി തന്നെ പറയുമല്ലോ. ഇപ്പം നമ്മൾ വളർത്തുമൃഗങ്ങളായാലും അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി, അതായത് പാല് തരുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ മുട്ടയിടുന്നതായാലും, ഈ ഹീറ്റ് വേവ് സമയത്ത് മുട്ടയുടെ വലിപ്പം കുറയുന്നതായിട്ടും പാലിൻ്റെ അളവ് കുറയുന്നതായിട്ടൊക്കെ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ ഇത് ഹീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർ ഡിസ്കസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമ്മൾ കാലാവസ്ഥ എന്ന് പറയുമ്പം നിങ്ങൾ മുമ്പേ സൂചിപ്പിച്ചല്ലേ മഴയും പ്രളയവും മാത്രമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഒരു ലോങ് ടൈമിൽ അല്ലെങ്കിൽ അതിനേക്കാളിലും കൂടുതൽ ഒരുപക്ഷെ ആൾക്കാരെയും നമ്മുടെ ജീവികളെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതിൻ്റെ ഒരു മൾട്ടി ഡയമെൻഷനിലാണ്. അതിലൊരു ഇക്വിറ്റി ഒക്കെ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് നമ്മളെപ്പോൾ ഇപ്പോൾ AC ഇട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം അല്ലേ, ഒരു പ്രിവിലേജ് ക്ലാസ്സാണ്. ഇതില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം അതൊരു ഇക്വിറ്റി പ്രശ്നമല്ലേ. അപ്പോൾ അതാ ഞാൻ മുമ്പ് പറഞ്ഞു, ഒരു ക്ലാസ് പ്രശ്നം കൂടിയാണ്. അപ്പം ഒരു ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇതിനെ എന്താ പറയുന്നത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ദേ ഹാവ് റിസോഴ്സസ്. അതേസമയം അപ്പുറത്തെ സൈഡിൽ ഇതൊന്നുമില്ലാത്ത ആൾക്കാർ സ്ട്രീറ്റിലും അല്ലെങ്കിൽ ഇതില്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, അവർക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള
പ്രശ്നമാണ് ഒരു ഹീറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഈ പറയുന്ന മഴയുടെ അലേർട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഹീറ്റ് അലേർട്ടിലേക്ക് വരുന്നത്. പക്ഷെ അതിനങ്ങനെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്നിപ്പോൾ ഹീറ്റ് വേവ് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നറിയാനുള്ള ഒരു തിരിച്ചറിവ് അവർക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അതിനെ പറ്റി സാറിന് എന്ത് തോന്നുന്നു? എന്താണ് ഒരു ക്ലാസ് വൈസ് അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈ അങ്ങനെ ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒന്നാണോ അതിൻ്റെ ഒരു? അല്ല, അതിൻ്റെ പ്രധാന പ്രശ്നം വരുന്നത് ഇതിൻ്റെ എഫക്റ്റ് റിയലൈസ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു മഴയുടെ സംബന്ധമായിട്ടുള്ള ഒരു അലേർട്ട്, ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ യെല്ലോ അലേർട്ട്, റെഡ് അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴയുടെ ഇൻറ്റൻസിറ്റി അത് ബാധിക്കുന്നത് ഒരുമാതിരി ആൾക്കാരെ എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 80% ആൾക്കാരെയും വലിയൊരു പ്രളയമഴ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്. അതേസമയം ഞാൻ മുമ്പേ സൂചിപ്പിച്ചപോലെ ഹീറ്റ് സ്ട്രെസ്സിന് അങ്ങനെ നമുക്കൊരു ഒരു ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറയത്തില്ല. അപ്പോൾ ഹീറ്റ് വേവ് കണ്ടീഷൻ നമ്മൾ ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എന്താ പറയുന്നത്, മോഡറേറ്റ് ഹീറ്റ് വേവ്, സിവിയർ ഹീറ്റ് വേവ്, വെരി സിവിയർ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. ഇപ്പം 40 ഡിഗ്രിക്ക് പോവുകയും 4 ഡിഗ്രി താപനില കൂടുകയും അതൊരു മോഡറേറ്റ്. അതേസമയം 45 ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ സിവിയർ ഹീറ്റ് വേവ് കണ്ടീഷൻ. അപ്പോൾ ഹീറ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈവൻ ഈ ഒരു ചെറിയ ഇൻറ്റൻസിറ്റിയിലുള്ള ഹീറ്റ് വേവ് പോലും പല ആൾക്കാരെയും പല തരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 40 ഡിഗ്രി താപനില അല്ലെങ്കിൽ 37 ഡിഗ്രീസ് താപനില അല്ലെങ്കിൽ ഹീറ്റ് വേവ് കോസ്റ്റൽ റീജിയനിൽ അത് പല ആൾക്കാരെയും പല തരത്തിലും, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പുറത്ത് പണിയെടുക്കുന്നവരെ ഒരു തരത്തിൽ, കൂടുതൽ അഡാപ്റ്റീവ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ വേറൊരു തരത്തിൽ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഉള്ളവരെ മറ്റൊരു തരത്തിൽ, ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു വേരിയിങ് റിയലൈസേഷനാണ് ഹീറ്റ് വേവ്സിൻ്റെ കാര്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ നമ്മൾ ഹീറ്റ് വേവ് കണ്ടത് നമ്മൾ വിചാരിക്കും വീടിനകത്തിരുന്നാൽ ചിലപ്പം ഹീറ്റ് വേവ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. പക്ഷേ വീടിനകത്തിരിക്കുന്നവർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും. ഹീറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയെടുത്തില്ലെങ്കിലും ചിലപ്പം നമുക്ക്, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഹ്യൂമിഡിറ്റിയും കൂടെ കൂടി നിൽക്കുകയാണെങ്കിൽ ഈ ബോഡിയുടെ റെഗുലേറ്ററി മെക്കാനിസം തന്നെ അവതാളത്തിലാകും. അപ്പം ഓൾറെഡി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കാർഡിയാക്ക് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം ഓരോ ആൾക്കാർക്കും അനുയോജ്യമായ തരത്തിലുള്ള പ്രിക്കോഷൻസ് അവർ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ പീക്ക് സമ്മർ സീസണിലേക്ക് ഇപ്പം മാർച്ച് പകുതി കഴിയുമ്പോഴത്തേനും കേരളത്തിലൊക്കെ ഇനിയും കേൾക്കാൻ പോകുന്നത് ഈ UV ഇൻഡെക്സ് കൂടെ കൂടി വരും. ഡയറക്റ്റ് സൺറൈസ് പതിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു മാർച്ച് പകുതി 20 തൊട്ട് ഏപ്രിൽ വരെ. അതായത് സണ്ണിൻ്റെ വെർട്ടിക്കൽ ഓവർഹെഡ് റേസ് വരുന്ന സമയമാണ്. ഏറ്റവും പീക്ക് ഇൻറ്റൻസിറ്റി, അൾട്രാവയലറ്റ് ഇൻറ്റൻസിറ്റി സർഫസിൽ കൂടുന്ന സമയമാണ്. ഈ സമയത്ത് മഴയൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതൽ വരും. അതേസമയം കാർമേഘങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറേയൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും ഈ UV റേസിന്. A റേസാണ് കൂടുതലും സർഫസിൽ എത്തുന്നത്. ബാക്കിയെല്ലാം അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ ഓസോണും ഒക്കെ അങ്ങ് അബ്സോർവ് ചെയ്യും. അപ്പോൾ ചില അവസരത്തിൽ ഈ ഓവർഹെഡ് എന്ന് പറയുമ്പോഴത്തേന് ചരിഞ്ഞ് സൂര്യപ്രകാശം വരികയാണെങ്കിൽ ഈ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം ഇത് സഞ്ചരിച്ചായിരിക്കും വരുന്നത്. അതേസമയം ഓവർഹെഡ് എന്ന് പറയുമ്പോഴത്തേനും വളരെ മുകളിൽ നിന്ന് താഴോട്ടായിരിക്കും വരുന്നത്. അപ്പം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ഒരു പാത്തുണ്ടല്ലോ, അത് കുറയും. അപ്പം അബ്സോർവ് ചെയ്യുന്ന ആ ഒരു ഇതും കുറയും. മറ്റേടത്ത് കൂടുതൽ പാത്ത് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം ഇതിൽ അന്തരീക്ഷത്തിൽ കൂടെ വരുന്നതുകൊണ്ട് കുറേയൊക്കെ അത് ആഗിരണം ചെയ്യപ്പെട്ടു പോകും. മറ്റേത് വെർട്ടിക്കലി ആ സമയത്ത് മഴമേഘങ്ങളും കൂടി ഇല്ലെങ്കിൽ, മഴയൊന്നും ഇല്ലെങ്കിൽ ഈ UV റേയുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നൊക്കെ പറയും, ഇൻഡെക്സ് കൂടുതലായി. അതൊരു 5 മേളിലൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം. ഒരു 8 മേളിൽ പോയി കഴിഞ്ഞാൽ സിവിയറാണ്. അപ്പോൾ ഇത് കൂടി നിൽക്കുന്നത് പീക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 11:30 ആൻഡ് 2:30 ആണ്. അപ്പം അതുകൊണ്ടുകൂടാണ് ഒരു പക്ഷേ ആ സമയത്ത് നമ്മൾ ഡയറക്റ്റ് സൺ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും. പിന്നെ നമ്മൾ വായു സഞ്ചാരമുള്ള ഭാഗങ്ങളിൽ കൂടുതലും ഇരിക്കാൻ നോക്കുക, സുരക്ഷിതമായിട്ട് വെൻറ്റിലേഷൻ ഉള്ള സ്ഥലങ്ങളിലിരിക്കുക. പിന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക, കഫേൻ, ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒഴിവാക്കുക. പിന്നെ അതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ഇൻഡിവിജ്വൽ ലെവലിൽ ചെയ്യാവുന്ന പ്രിക്കോഷൻസ്. ഞാൻ പോളിസി ലെവലിൽ ചെയ്യാവുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോളിസി ലെവലിൽ പിന്നെ വെള്ളം കുടിക്കുക. നമ്മൾ ദാഹം തോന്നിയില്ലേ പോലും പറഞ്ഞ പോലെ വെള്ളം. ഇപ്പം നമ്മൾ
വെള്ളം കുടിക്കണമെന്ന് തോന്നിയില്ലേ പോലും അകത്തിരിക്കുക, നമ്മൾ വർക്കൊന്നും ചെയ്യുന്നില്ല, വെള്ളം മേടിക്കേണ്ട. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് ജലം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ ഒരു അവയർനെസ്സാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ വലിയൊരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അത് മുൻകരുതൽ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിലാണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിശദമാക്കി. അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പിന്നെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ കഴിവതും പീക്ക് സൺ എക്സ്പോഷർ ഒഴിവാക്കി ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ നോക്കുക. ഇതൊക്കെയാണ് പൊതുവേ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ എടുക്കാവുന്ന കുറച്ച് പ്രിക്കോഷൻസ്. പിന്നെ നമുക്ക് ഈ ഒരു ഗിഡിനെസ്, അതായത് നമുക്കൊരു വീക്ക് കണ്ടീഷൻ പോലെ തോന്നുക, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പലർക്കും ഉണ്ടല്ലോ അത്ലറ്റിക്സ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സമയത്ത് ശാരീരികമായിട്ടുള്ള ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ പോയി ജിമ്മ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റി പീക്ക് ഹീറ്റ് വേവ് കണ്ടീഷനിൽ അല്ലെങ്കിൽ പീക്ക് ടൈമിൽ ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഡിവിജ്വൽ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതി ഈ ഹീറ്റ് സ്ട്രെസ്സിനെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ? നമ്മളെ ബാധിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ഭക്ഷണവും നമ്മുടെ ബോഡി ടെമ്പറേച്ചറും എല്ലാം ഡയറക്റ്റ് കണക്റ്റഡ് ആണല്ലോ. അപ്പം ഇത്തരം അവസരങ്ങളിൽ എളുപ്പം ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെന്നുള്ളതാണ് ഒരു അഡ്വൈസബിൾ. എനിക്കറിഞ്ഞൂടാ, ഞാനത് ഒരു വലിയ ഹെൽത്ത് എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ കട്ടി കൂടി പറഞ്ഞ പോലെ പൊറോട്ട, ചിക്കൻ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി വേഗത്തിൽ ദഹിക്കുന്ന തരത്തിലുള്ള ലൈറ്റായിട്ടുള്ള ഫുഡ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ഡ്യൂറിങ്. പക്ഷേ അതെങ്ങനെ എനിക്കറിഞ്ഞൂടാ, അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ഡയറ്റ് എങ്ങനെയാണ് അതിൽ ക്രമീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. നമ്മൾ പൊതുവായിട്ട് സ്വീകരിക്കേണ്ട എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടോ? നമുക്കിപ്പോൾ ഈ വരുന്ന വേനലിന് നമുക്ക് എന്തെങ്കിലും തടയാൻ പാകത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്കായിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അഡ്വൈസ്? വേനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്താണ്, കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഹീറ്റ് വേവ്സ് ഒക്കെ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു പൊതുജനാരോഗ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, അതായത് എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും. അന്നേരം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പം കുറേ സമയത്തിന് മുമ്പ് ഒരു ചർച്ചയായിരുന്നു, നമ്മുടെ ഈ വെക്കേഷൻ ടൈം ഈ സമ്മർ സീസണിൽ നിന്ന് മാറ്റിയിട്ട് മൺസൂൺ മഴ കൂടുന്ന സമയത്തിലേക്ക് മാറ്റണം. പക്ഷേ അതിനേക്കാളും ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ സമ്മർ സീസണിൽ തന്നെയാണ് അത് നല്ലത്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ ഹീറ്റ് സ്ട്രെസ് ഇല്ല. ഹീറ്റ് സ്ട്രെസ്സിന് പഠിക്കുന്ന കുട്ടികളുടെ മാനസികാരോഗ്യമാണല്ലോ, അത് പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ പഠിപ്പിക്കുന്ന ആൾക്കാരുടെയും കൂടെ മാനസികാരോഗ്യം നമ്മൾ നോക്കണമല്ലോ. ഈ ഒരു അധ്യാപകൻ ഹീറ്റ് സ്ട്രെസ്ഡായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഹി വിൽ ബിഹേവ് ഓൺലി. അപ്പം ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓരോ ലെവലിലും ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ മാർച്ചിൽ കണ്ടുവരുന്ന ഈ താപം ഈ ഹീറ്റ് വേവ്സ് അത് ഏർലി ഓൺസെറ്റ് വരികയാണ്. ഇപ്പോൾ ഏർലി സ്പ്രിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ വിൻ്റർ സീസൺ ഒന്ന് ചുരുങ്ങിക്കൊണ്ട് സമ്മർ സീസൺ നേരത്തെ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണം. ഇപ്പം ഈ ടെമ്പറേച്ചർ അനുസരിച്ച് മനുഷ്യന് മാത്രമേ കലണ്ടർ നോക്കിയിട്ട് മാർച്ച് വരെ സമ്മർ വരാൻ നോക്കിയിരിക്കത്തുള്ളൂ. അതേസമയം ഇപ്പുറത്ത് കണിക്കൊന്നയും മറ്റ് മൃഗങ്ങളും പക്ഷികളും എല്ലാം താപനില കൂടുമ്പോഴേ അവർക്ക് സ്പ്രിങ് ആയെന്നുള്ള, അവർക്ക് കലണ്ടർ ഇല്ലല്ലോ നോക്കാൻ. they will realize that okay, spring is starting. അതൊരു വലിയ എഫക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ മനുഷ്യരുടെ കാര്യം മാത്രം പറയുന്ന പോലെ തന്നെയാണ് മൃഗങ്ങളുടെയും എല്ലാം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ അവരുടെ ഇപ്പം ഏർലി സ്പ്രിങ്, ഇപ്പം കണിക്കൊന്ന നമ്മൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ തൊട്ടേ പൂത്ത് തുടങ്ങും. കാരണം ഈ കണിക്കൊന്നൊക്കെ അറിയത്തില്ലല്ലോ, കലണ്ടർ നോക്കിയല്ല അത് പൂക്കുന്നത്, അത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് പൂക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ പോലെ ഫ്ലവറിങ്. സ്പ്രിങ്ങിൽ മാർച്ചിലുമൊക്കെ ഫ്ലവർ ചെയ്യുന്ന പല ചെടികളും ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരിയോടുകൂടി പൂക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പ്രിങ് ഏർലി ആവുകയാണ്. ഈ പൂക്കൾ പൂവിട്ട് കഴിയുമ്പോഴാണല്ലോ ഇതിന് തേൻ കുടിക്കാൻ വേണ്ടി വണ്ടും അതുപോലുള്ള കീടങ്ങളും അങ്ങനെയൊക്കെയുള്ളത് വരുന്നത്. അപ്പോൾ ഇത് നേരത്തെ വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ഫുഡ് വെബ് ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തേനീച്ച വലുതായി അല്ലെങ്കിൽ അതിനെ തിന്നുന്ന ജീവികളുടെ ഒരു സൈക്കിളുണ്ട്. അതായത് അത് വളർന്നു വരുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ കീടങ്ങളും എല്ലാം അവരുടെ സീസൺ കഴിഞ്ഞു. അപ്പോൾ ഫുഡ് വെബിനെ അത് കണക്റ്റഡ് ആണല്ലോ. ഒന്നിനെ തിന്നാണല്ലോ മറ്റൊന്ന് ജീവിക്കുന്നത്, ജീവികളുടെ കാര്യത്തിലാണ്. അപ്പോൾ ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അത് വളരെ ഒരു വലിയ ഒരു സ്കെയിലിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ താപതരംഗത്തെ പറ്റി ഇത്ര വിശദമായി പറഞ്ഞു തന്ന ഞങ്ങൾക്ക് നന്ദിയുണ്ട് സാർ. ഓക്കെ, താങ്ക് യു.